ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കക്കരിക്ക ചെടിയുടെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ചെടി നട്ട് കായ പിടിച്ച് തുടങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇന്ന് ഞാൻ കായ ഏകദേശം മൂത്തിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത്. ഈ കാണുന്നത് ഒരു ആൺപൂവാണ്. ചെടിയിൽ ആൺപൂവും പെൺപൂവും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആൺപൂവ് ഒരു ഫ്ലവർ മാത്രമായിരിക്കും, എന്നാൽ പെൺപൂവ് അതിൻ്റെ പിറകിലായിട്ട് കായ കൂടിയിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ കക്കരി അല്ലെങ്കിൽ കുക്കുംബർ പെട്ടെന്ന് വളർച്ച വരുന്ന ഒരു ചെടിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചെടിയും വളരും, അതുപോലെ തന്നെ കായകളും പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുക്കാനാവും കേട്ടോ. ഒരുപാട് കാലം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുക്കുംബറിൻ്റെ കേസിൽ. ചെടി നട്ട് 50 ദിവസം മുതൽ 60 ദിവസത്തിൻ്റെ ഉള്ളിൽ വിളവ് തരുന്ന ഒരു നല്ല കൃഷിയാണ് കേട്ടോ നമ്മളെ കുക്കുംബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വിളവ് ലഭിക്കും ചെയ്യും. കായകളൊക്കെ ആയിട്ട് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 4 എണ്ണം ഞാൻ ഇങ്ങനത്തെ ഒരു ചട്ടിയിലാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കായ പിടിക്കോ ഇല്ലേ, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നടാം. സ്ഥലക്കുറവുള്ളവരൊന്നും ഇനി കക്കരിക്ക കൃഷി ചെയ്യാതിരിക്കണ്ട. അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ കാണുന്ന കക്കരിക്കല്ലേ, അത് ഞാൻ ചട്ടീൻ്റെ ഒരു അറ്റത്ത് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വളർച്ച പകുതിയിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് അത് അത്ര വലുപ്പമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ബാക്കിയുള്ള കക്കരിക്കൊന്നും കുഴപ്പമില്ലാതെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് അതിന്മേലുണ്ടായ ഒരു കക്കരിക്കയാണ്. ഇത് പൂത്തിട്ടില്ല, കുറച്ചുകൂടി വലുപ്പം വെക്കാനുണ്ട്. അതുപോലെ ഏകദേശം എല്ലായിടത്തും കായ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.